അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബ് തൗഹീദ്, ഇതിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് സഹിതമുള്ള ദർസ് ആണ്, 12ാമത്തെ ദർസ്. വഔഫുൽ കൈല വൽ മീസാന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഔഫുൽ കൈല, വഔഫു നിങ്ങൾ പൂർത്തീകരിച്ച് നൽകുക, അൽ കൈല അളവ്, വൽ മീസാന തൂക്കവും, അതായത് വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നമുക്കറിയാം, അളവ് തൂക്കം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. അതിൽ കൃത്യത വരുത്തണം, കൃത്യമായിരിക്കണം അളവും തൂക്കവും. ജനങ്ങൾക്ക് സാധനങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ, അതായത് തൂക്കിക്കൊടുക്കുമ്പോൾ അതിൽ കുറവ് വരുത്താൻ പാടില്ല. ആധുനിക സമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ തന്നെ ഇതിനായി പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്, ലീഗൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുക എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ട്യാ ഒരു വലിയ തെറ്റാണ്. ഹാലാമിനൽ വസ്വായ അർ റബ്ബാനിയ, റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഇത്. ലിൽ ഇൻസാനില്ലദീ യബീഉ അലന്നാസി സിൽഅ ബിൽ വസ്നി ഔ ബിൽ കൈലി. ജനങ്ങൾക്ക് ചരക്ക്, സിൽഅ ചരക്ക്, വസ്ന് തൂക്കം കൊണ്ടോ, കൈല് അല്ലെങ്കിൽ അളവ് കൊണ്ടോ വിൽക്കുന്ന ആളുകൾക്ക് ഉള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ആണ്. ഔ ബിൽ അക്കിയാസ്, അല്ലെങ്കിൽ അക്കിയാസ് ബണ്ടിൽസ്, കീസുകൾ, പെട്ടികളോ കീസുകളൊക്കെ ആയിട്ട്. ഔ ബി സനാദീഖ്, അല്ലെങ്കിൽ സനാദീഖ് സുന്ദൂഖ് പെട്ടി, സനാദീഖ് പെട്ടികൾ. യജ്ബു അലൈഹി അൻ ലാ യബ്ഖസഹ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തി, വിൽക്കുന്ന വ്യക്തി അതിൽ കുറവ് വരുത്താതിരിക്കൽ നിർബന്ധമാണ്. ബൽ യൂഫിഹ ബിൽ മിക്യാൽ വൽ മീസാൻ, അളവ് കൊണ്ടും തൂക്കം കൊണ്ടും അത് പൂർത്തിയായി നൽകണം. അൽ മിക്യാലു ലിൽ ഹുബൂബി മസലൻ വൽ അഷ്യാഉ അല്ലതി തുകാലു വൽ മീസാനു ലിൽ അഷ്യാഇൽ മാഇഅതി അല്ലതി തൂസനു. മിക്യാൽ അളവ് എന്ന് പറയുന്നത് അത് ധാന്യങ്ങൾക്കൊക്കെയാണ്. ഉദാഹരണത്തിന് ധാന്യങ്ങൾ അതുപോലത്തെ, അതേപോലെ അളക്കപ്പെടുന്ന വസ്തുക്കൾ. മീസാൻ പിന്നെ തൂക്കം എന്ന് പറയുന്നത്, ത്രാസിന് പിന്നെ മീസാൻ എന്ന് പറയും. ബാലൻസ്. ലിൽ അഷ്യാഇൽ മാഇഅതി അല്ലതി തൂസനു, അതേപോലെ അത് മായാത്ത് ദ്രവ്യമായിട്ടുള്ള വസ്തുക്കൾ, ദ്രവരൂപത്തിലുള്ളതും അല്ലാത്തതൊക്കെ ഉണ്ട് തൂക്കുന്നത്. ഫൽ മിഅയാറു ശർഈ ഹൽ മിക്യാലു അവൽ മീസാനു വഖദ് യകൂനുൽ മിക്യാലു അയ്ളൻ ബിൽ കീസി. ചിലപ്പോൾ മിക്യാൽ അളവ് എന്നത് കീസ് കൊണ്ടുപോകാം. കീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടികളിൽ അല്ലെങ്കിൽ സഞ്ചികളിൽ ബണ്ടിലുകളായിട്ട്. കഅൻ യുബാഅ ബിൽ കീസ്, കീസ് കൊണ്ട് വിൽക്കുക. ഔ ബിൽ സിന്ദൂഖ് മസലൻ, അല്ലെങ്കിൽ പെട്ടി ഉദാഹരണം. ഔ ബിൽ ഉൽബത്തി, ബണ്ടിലായിട്ട്. ഹാദാ കുല്ലുഹു യദ്ഖുലു ഫിൽ കൈലി വൽ മീസാൻ. ഇതൊക്കെ കൈല്, മീസാൻ, അളവ് തൂക്കത്തിൽ പെടും. ഫലാ യജൂസു ലിൽ ഇൻസാനി അന്നഹു യൻഖുസു ഹാദിഹിൽ അഷ്യാ വ യബീഉഹാ അലാ അന്നഹാ വാഫിയത്തുൻ വഖദ് ബഹസഹാ വ അഖദ മിൻഹാ. അപ്പോൾ ഇത് പൂർത്തിയായി കൊടുക്കുന്നുണ്ട് എന്നുള്ള ധാരണയിൽ വിൽക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിൽക്കൽ അയാൾക്ക് അനുവദനീയം അല്ല. കമാ യഫ്അലു ബഅദുൽ ഖൗനത്തിൽ ലദീന യബീഊന അലന്നാസിൽ അഷ്യാ അലാ അന്നഹ താമ്മത്തുൻ വഹിയ മബ്ഖൂസത്തുൻ. അപ്പോൾ ജനങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാതെ അലാ അന്നഹ, ചില വഞ്ചകർ ഖൗനത്ത് യബീഊന വിൽക്കുന്ന അന്നാസ് ജനങ്ങൾക്ക് അല്ല അഷ്യാ വസ്തുക്കൾ അലാ അന്നഹ താമ്മ, അത് പൂർണ്ണമാണ് എന്ന നിലക്ക്. വഹിയ മബ്ഖൂസത്തുൻ, എന്നാൽ കുറവുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അളവ് ആണെങ്കിൽ ഒരു പാത്രത്തിൽ ഇടങ്ങഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അളവ്, അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു പൊങ്ങി നിൽക്കുന്ന സംഭവം ഒക്കെ ആക്കി വെക്കുക. അപ്പോൾ കാഴ്ചയിൽ അത് പൂർത്തിയായി കാണും, പക്ഷേ യഥാർത്ഥത്തിൽ അത് കുറവുണ്ടാവും. പിന്നെ ഔ യബിയൽ അഷ്യാ വൽ ഖുല്ലാറ അലന്നാസി അലാ അന്നഹു സലീമുൻ, അല്ലെങ്കിൽ അഷ്യാ വസ്തുക്കൾ, ഖുല്ലാർ പച്ചക്കറികൾ അങ്ങനത്തെ ഒക്കെ വിൽക്കുക. അലന്നാസ് ജനങ്ങൾക്ക് അലാ അന്നഹു സലീമുൻ,
അത് നല്ല കുഴപ്പമില്ലാത്ത സലീമാണ്, വസ്തുക്കൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ കേടൊന്നുമില്ലാത്തതാണ് എന്ന നിലക്ക്. വയജാലു ഉലുവ ഷൈഇ അത്തീബി വലാക്കിൻ അസ്ഫലഹു മഈബുൻ ഔ താരിഫുൻ. ഇങ്ങനെ വഞ്ചന നടത്തുന്ന ഒരു രൂപം, മറ്റൊരു രൂപമാണ് എന്ത്, തീബായ നല്ല സാധനങ്ങൾ മുകളിൽ വെക്കുക, അടിയിൽ താഴെ അസ്ഫലിൽ എന്ത് ചെയ്യുക, ന്യൂനത ഉള്ള അല്ലെങ്കിൽ കേടായ സാധനങ്ങൾ താഴെ വെക്കുക. ഹാദാമിനൽ ബഹ്സ് അയ്യവൻ, ഇതും ബഹ്സാണ്. കാരണം പൂർത്തിയായിട്ട് ശരിയായ രൂപത്തിൽ കൊടുക്കാതെ അത് ന്യൂനത വരുത്തുക, ഇപ്പോൾ കുറവ് വരുത്തുക, ന്യൂനത വരുത്തുക, അതൊക്കെ ബഹ്സാണ്. വലാത്ത ബഹസുന്നാസ അഷ്യാഹും, ജനങ്ങൾക്ക് നിങ്ങൾ അവരുടെ വസ്തുക്കളെ എന്ത് ചെയ്യരുത്, അത് കുറച്ച് കൊടുക്കരുത്. ന്യൂനതയുള്ള രൂപത്തിലോ തൂക്കം കുറവുള്ള രൂപത്തിലോ ഒന്നും കൊടുക്കരുത്. വഅഹ്ലകല്ലാഹു ഉമ്മത്തൻ മിനൽ ഉമമി ബിസ്സബബിൽ ബഹ്സി വഹും ഖൗം ശുഐബിൻ. ഉമ്മത്തുകളിൽ നിന്നുള്ള ഒരു ഉമ്മത്തിനെ, ഒരു സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. എന്ത് കാരണം? ബഹ്സ് കാരണം, അളവ് തൂക്കത്തിൽ കുറവ് വരുത്തിയത് കാരണം, അല്ലെങ്കിൽ ന്യൂനത വരുത്തിയത് കാരണം, സാധനങ്ങളുടെ വിൽപ്പന സമയത്ത്. വഹും ഖൗം ശുഐബ്, ആരായിരുന്നു അവർ? ശുഐബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാണ് അങ്ങനെ നശിപ്പിക്കപ്പെട്ടത്. والنبي صلى الله عليه وسلم لما مر بالسوق ووجد بائع طعام فأدخل النبي صلى الله عليه وسلم أصابعه في الطعام فوجد في أسفله بللا فقال ما هذا يا صاحب الطعام؟ قال أصابته السماء يا رسول الله، يعني أصابه المطر. قال ألا جعلته ظاهرا حتى يراه الناس من غشنا فليس منا. ഇനി ഹദീസ് പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബിസ്സൂഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടക്കുക. അപ്പോൾ വജദ ബാഇഅ തുആമിൻ, ഒരു ഭക്ഷ്യവസ്തു വിൽക്കുന്ന ഒരാളെ കണ്ടു. ഫഅദ്ഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാബിഅഹു ഫി തുആമി, അപ്പോൾ ആ ഭക്ഷ്യവസ്തുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുവിൽ അവിടുത്തെ വിരലുകളെ കടത്തി പ്രവേശിപ്പിച്ചു. അപ്പോൾ വജദ ഫി അസ്ഫലിഹി, അപ്പോൾ അതിനെ താഴ്ഭാഗത്തുണ്ട് ബലൻ, നനവ് നബി കണ്ടെത്തി. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദാ യാ സ്വഹിബ തആം, ഓ ഈ ഭക്ഷ്യവസ്തുവിൻ്റെ ഉടമേ എന്താണിത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ സമാഉ ബാധിച്ചതാണ് എന്ന് പറഞ്ഞാൽ മഴ വർഷിച്ചപ്പം നനഞ്ഞതാണെന്ന് പറഞ്ഞു. യാനി ഉദ്ദേശിക്കുന്നത് അസാബഹുൽ മതറു, അതായത് മഴ വർഷിച്ചപ്പോൾ നാം ഉദ്ദേശിക്കുന്നത്. ഖാല അലാ ജഅൽതഹു ളാഹിറൻ, അതിനെ നിനക്ക് അത് വെളിപ്പെടുത്തി വെച്ചുകൂടായിരുന്നു? ഹത്താ യറാഹുന്നാസ്, ജനങ്ങൾ കാണുന്ന വിധത്തിൽ. മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, ആരൊരുത്തൻ വഞ്ചന നടത്തിയോ അവൻ നമ്മിൽപ്പെട്ടവൻ അല്ല എന്ന്. ഫലാ യജൂസു ലിൽ ഇൻസാനി അൻ യഖ്ഫൽ അഷ്യാഅ അൽ മഗീബത ഫി അസ്ഫലി ഷൈ, അപ്പോൾ വസ്തുക്കളുടെ താഴെ ഇത് വെച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കൽ ആർക്ക്, മനുഷ്യന് അത് അനുവദനീയം ആയ കാര്യം അല്ല. ഫി അസ്ഫലി സുന്ദൂഖി, പെട്ടിയുടെ താഴെ വെക്കുക. ഫി അസ്ഫലി നായി, പാത്രത്തിന് താഴെ. ഫി അസ്ഫലി സ്വത്തിൽ, അതും പാത്രം തന്നെ, ഒരു തരം പാത്രം. യാനി യജഅൽ അഷ്യാഅ നളിറത ഫി അഅലാ, അപ്പോൾ ഉയർന്ന മേൽ ഭാഗത്ത് പ്രസന്നമായിട്ടുള്ള ഒരു ഷൈനിങ് ആയിട്ടുള്ള വസ്തുക്കൾ വെക്കുക, നല്ല വസ്തുക്കൾ വെക്കുക, ചരക്ക് വെക്കുക. യഖൂലു ലിന്നാസ് കുല്ലുഹു മിൻ ഹാദന്നവും, എന്നിട്ട് ജനങ്ങളോട് പറയും ഇതൊക്കെ ഇതേപോലെയാണ്, നല്ല സംഭവമാണ് എന്ന്. അപ്പോൾ അതേപോലെ ഇപ്പോൾ മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല പഴുത്ത നല്ല മാങ്ങ അത് മേലെ വെക്കുക. പുളിച്ചതും ശരിക്ക് വാടി കിടക്കുന്നതൊക്കെ താഴെ വെക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ നിരോധനത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഹറാം, ഇത് ഹറാം. അപ്പം ഇനി ജനങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ജനങ്ങൾ അങ്ങനെ ധരിക്കുന്ന വിധത്തിൽ ചെയ്താലും അത് ഹറാം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമിനൻ നഖ്സി ഫിൽ കൈലി വൽ മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്തുൽ മുത്തഫിഫീൻ കാണാം. വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. ويل നാശം ലിൽ മുത്തഫിഫീൻ, അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്ക്. അല്ലദീന ഇദക്താലു, അവർ അളന്നെടുക്കുമ്പോൾ അനന്നാസി, ജനങ്ങളിൽ നിന്ന്. യസ്തൗഫൂൻ, അവർ പൂർത്തിയായിട്ട് അളന്നെടുക്കും. അതായത് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നല്ല പൂർത്തിയായിട്ട് വാങ്ങും.
വഇദാ കാലൂഹും അവർ അളന്നു കൊടുക്കുമ്പോൾ ഔ വസനുഹും അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുമ്പോൾ അവർക്ക് ജനങ്ങൾക്ക് യുഹ്സിറൂൻ അവർ കുറവ് വരുത്തും, ന്യൂനത വരുത്തും. അലാ യദുന്നു അവർ വിചാരിക്കുന്നില്ലേ, ഉലായിക കൂട്ടർ അന്നഹും മബ്ഊസൂൻ നിശ്ചയം അവർ പുനർജനിച്ച് അള്ളാഹുവിലേക്ക് കൂട്ടപ്പെടുന്നവരാണ്, പുനർജനിപ്പിക്കപ്പെടുന്നവരാണ്. ലിയൗമിൻ അദീം മഹത്തായ ഒരു ദിവസത്തെ, യൗമ യഖൂമുൻ നാസ് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന സന്ദർഭം, ലി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം അവർ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്, പുനർജനിക്കുന്നവരാണ്, പുനർജനിപ്പിക്കപ്പെടുന്നവരാണ് എന്ന് അവരറിയുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ. ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി. അപ്പോൾ അള്ളാഹു പറയുന്നത് കൈൽ മെഷർമെൻറ്റ്, അളവ്, മീസാൻ വെയിറ്റ്, തൂക്കം, ഇതൊക്കെ എന്താണ്? ബിൽ ഖിസ്തി, അത് പൂർത്തിയായി കൊണ്ട്, ഔഫു പൂർത്തിയായി നൽകുക, ബിൽ ഖിസ്തി ന്യായപ്രകാരം, യാനി ബിൽ അദിൽ നീതി പ്രകാരം. ഫൽ ഖിസ്തു മാനഹു അദിൽ, ഖിസ്ത് എന്ന് പറഞ്ഞാൽ അദിലാണ്. ബി അൻ തസിനു അബിൽ മീസാനിൽ ആദിൽ, മീസാനിൽ ആദിൽ കൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, തൂക്കുക. മീസാനിൽ ആദിൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാത്ത ത്രാസ്, അതല്ലോ ഇടയ്ക്ക് ത്രാസൊക്കെ ചെക്കിങ് നടത്തുന്നത് അല്ലേ. വത്തക്കീലു ബിൽ മിക്കിയാലിൽ ആദിൽ, അളവാണെങ്കിലും ആദിലായ ന്യായമായ കുഴപ്പമില്ലാത്ത മിക്കിയാൽ കൊണ്ട് അളക്കുക. അല്ലാതെ ഇലായ ഒരുമിൽ ബായ വലായ ഒരുമിൽ മുഷ്തരി, വാങ്ങുന്ന ആളെ വിൽക്കുന്ന ആളെയും ഉപദ്രവമില്ലാത്ത വിധത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം വേണ്ട. ഓക്കെ.